നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ദേശീയപാതയിലെ ആമ്പല്ലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ച അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഉളുമ്പത്തുകുന്ന് കൊളത്തൂർ പ്രദേശങ്ങളിൽ സർവീസ് റോഡില്ല, ജനം ദുരിതത്തിൽ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. 60% വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് IHRD ജീവനക്കാർ ഉപവാസ സമരം നടത്തി. NCTV ഇമ്പാക്ട്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് പുനഃസ്ഥാപിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം നിൽക്കുന്ന വലിയ മരം അപകട ഭീഷണിയാകുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ ആമ്പല്ലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ മായന്നൂർ അകത്തറ വീട്ടിൽ ഗംഗാധരന്റെ മകൻ 38 വയസ്സുള്ള AG സതീഷ്, തടി ലോറിയുടെ ഡ്രൈവർ കോഴിക്കോട് ഓമശ്ശേരി വീട്ടിൽ 36 വയസ്സുള്ള സിറാജുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി 12:15 അപകടം. സിഗ്നൽ കാത്തുകിടന്നിരുന്ന തടി ലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയതാണ് അപകട കാരണം. ഇടിയുടെ ആഘാതത്തിൽ തടി ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്കും ഇടിച്ചു കയറി. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയെത്തി ഏറെ പണിപ്പെട്ട് കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സാരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗ്യാസ് ടാങ്കർ ലോറി കാലിയായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി. അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറി ദേശീയപാതയിൽ നിന്നും നീക്കാൻ മണിക്കൂറുകൾ നീണ്ട പരിശ്രമവും ഉണ്ടായിരുന്നു. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. ഉളുമ്പത്തുകുന്ന് കൊളത്തൂർ പ്രദേശങ്ങളിൽ U-ടേണും സർവീസ് റോഡുമില്ല, ജനം ദുരിതത്തിൽ. ദേശീയപാത 4 വരിപ്പാതയാക്കി വികസിപ്പിച്ച് ടോൾ ഇനത്തിൽ കോടികൾ പിടിച്ചെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും സർവീസ് റോഡുകൾ പലയിടത്തും ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ വരെയുള്ള ഭാഗത്ത് ഇതുവരെ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടില്ല. ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ വരെയുള്ള ദേശീയപാതയുടെ ഭാഗം പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. സർവീസ് റോഡുകൾ ഇല്ലാത്തതാണ് പ്രധാനമായും ഇവിടെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ഇവിടെ സർവീസ് റോഡുകൾ നിർമ്മിക്കാത്തതിനാൽ കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും അടക്കമുള്ള പ്രദേശവാസികൾക്ക് ദീർഘദൂര വാഹനങ്ങൾ ചീറിപ്പായുന്ന അതിവേഗ പാതയെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ സെന്റർ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതയ്ക്ക് ഇരുഭാഗത്തും സർവീസ് റോഡ് ഇല്ല. ഉളുമ്പത്തുകുന്നിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാട് മൂടിക്കിടക്കുകയാണ്. ഉടനെയൊന്നും സർവീസ് റോഡ് നിർമ്മാണം ഉണ്ടാകില്ലെന്ന് പരോക്ഷമായ സൂചന നൽകിക്കൊണ്ട് സർവീസ് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് അധികൃതർ ഏതാനും വർഷം മുൻപ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉളുമ്പത്തുകുന്ന് കൊളത്തൂർ പ്രദേശങ്ങളിൽ സർവീസ് റോഡ് നിർമ്മിക്കാതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് ദേശീയ ഹൈവേ അതോറിറ്റി. കൊളത്തൂർ പാടത്ത് സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നതിനു പകരം റോഡരികിൽ റെയിൽ ഗാർഡുകളും മയിൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് അധികൃതർ ചെയ്തത്. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും പരാതികളേറുമ്പോൾ ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കുകയും സർവീസ് റോഡിന്റെയും കാനകളുടെയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ല. ഉളുമ്പത്തുകുന്നിലും കൊളത്തൂരിലും U-ടേൺ സൗകര്യമില്ലാത്തതും സർവീസ് റോഡുകളില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഉളുമ്പത്തുകുന്നിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കൊളത്തൂരിലേക്ക് ഓട്ടോ വിളിച്ചു പോകുന്നവർക്ക് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായി ജംഗ്ഷനിലെത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട ഗതികേടാണുള്ളത്. ഉളുമ്പത്തുകുന്നിലും കൊളത്തൂർ സെന്ററിനുമിടയിലുള്ള കൊളത്തൂർ വെള്ളപ്പാലവും നെല്ലായിക്കടുത്തുള്ള തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ. തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് പാലത്തിന്റെ ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർപണികൾ നടന്നില്ല.
സർവീസ് റോഡുകളുടെ അഭാവം മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതും മേഖലയിലെ ജനങ്ങൾ സഞ്ചാര സൗകര്യമില്ലാതെ ദുരിതം അനുഭവിക്കുന്നതും കണക്കിലെടുത്ത് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഉടമ്പത്തുകുന്ന് തൊട്ട് കൊളത്തൂര് വരെയാണ് സർവീസ് റോഡ് ഇല്ലാതിരിക്കുന്നത്. ഈ സർവീസ് റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമാണ്. ഹൈവേ അതോറിറ്റി ഇതിൽ ശക്തമായ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. ഈ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ഇവിടെ ആൾക്കാരും ഈ 3 കിലോമീറ്ററൊക്കെ വളഞ്ഞു പോയിട്ട് വേണം 50 രൂപ ഓട്ടോറിക്ഷ പോകാൻ. നമുക്ക് ഒരു സർവീസ് റോഡ് പണിതിട്ട് നമുക്ക് വളരെ ഉപകാരം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. 60% വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. 60% വരെയാണ് ഫീസ് നിരക്കുകൾ ഉണ്ടാവുന്ന കുറവ്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60% കുറയ്ക്കും. പുതിയ നിരക്കുകൾ ആഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് 50 രൂപയിൽ നിന്നും 25 രൂപയായി കുറയ്ക്കും. മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് 70-ൽ നിന്ന് 35-ആയും കോർപ്പറേഷനിൽ 100-ൽ നിന്ന് 40 രൂപയുമായാണ് കുറയ്ക്കുന്നത്. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 100 രൂപ എന്നതിൽ നിന്ന് 50-ആയും മുനിസിപ്പാലിറ്റികളിൽ 120-ൽ നിന്ന് 60-ആയും കോർപ്പറേഷനിൽ 150-ൽ നിന്ന് 70 രൂപയുമായാണ് കുറയ്ക്കുന്നത്. 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ 150-ൽ നിന്നും 100 രൂപയായി കുറയ്ക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 200-ൽ നിന്ന് 150 ആകും. വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും 58% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ശമ്പളം കൃത്യസമയത്ത് വിതരണം ചെയ്യുക, PF, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് IHRD ജീവനക്കാർ ഉപവാസ സമരം നടത്തി. സംസ്ഥാന വ്യാപകമായി IHRDക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അപ്ലൈഡ് സയൻസ്, പോളിടെക്നിക് കോളേജുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നടന്ന സമരത്തിന്റെ ഭാഗമായാണ് കല്ലേറ്റിങ്കര K. കരുണാകരൻ മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിന് മുന്നിൽ ജീവനക്കാർ സമരം സംഘടിപ്പിച്ചത്. കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PB ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രമ്യ, തൃശൂർ മേഖലാ സെക്രട്ടറി PA സാബു, ബിന്ദു തോമസ്, അനിൽകുമാർ, സുധ, ഉത്സാഹ് എന്നിവർ പ്രസംഗിച്ചു. 4 ലക്ഷത്തോളം രൂപ ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്തിലും ജീവനക്കാർ പിരിച്ചെടുത്താണ് അത്തരമൊരു ശില്പശാല അവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ തളർത്തുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അത് അതിശക്തമായിട്ട് എതിർക്കപ്പെടും. NCTV ഇമ്പാക്ട്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് പുനഃസ്ഥാപിച്ചു. കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് NCTV വാർത്ത നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അധികൃതരുടെ നടപടി. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങിക്കിടന്ന ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് കുടിവെള്ളം ലഭിച്ചത് ആശ്വാസകരമായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം നിൽക്കുന്ന വലിയ മരം അപകട ഭീഷണിയാകുന്നതായി പരാതി. പഞ്ചായത്ത് വഴിയിൽ നിൽക്കുന്ന പാലമരം ശിഖരങ്ങളോടുകൂടി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ടാക്സി സ്റ്റാൻഡ്, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയടക്കമുള്ളിടത്താണ് അപകടാവസ്ഥ. മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പഞ്ചായത്തിനും മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് പരാതി നൽകിയിരുന്നു. പാലമരത്തിന്റെ അപായകരമായ തലപ്പും ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ വീണ്ടും ജില്ലാ കളക്ടറെ പരാതിയുമായി സമീപിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന് കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് മരം മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടിയുണ്ടാകണമെന്നും രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ കൊടുങ്ങിൽ രൂപപ്പെട്ട കുഴികൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്വാറി വേസ്റ്റിട്ട് മൂടി.
കൊടുങ്ങാപ്പള്ളി ബസ് സ്റ്റോപ്പിന് സമീപം റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര അങ്ങേയറ്റം ദുഷ്കരമായിരുന്നത് സംബന്ധിച്ച് NCTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വെള്ളിക്കുളങ്ങര പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി സജീവ് കുമാർ പയ്യങ്കയിലിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരിറങ്ങി കുഴികൾ താൽക്കാലികമായി അടച്ചത്. നാട്ടുകാരനായ സിജോ വടക്കൻ കുഴികൾ അടയ്ക്കാനുള്ള കോറി വേസ്റ്റ് സൗജന്യമായി എത്തിച്ചു നൽകി. സജീവ് കുമാർ പയ്യങ്കയിൽ, ജിൻസൺ ചുങ്കത്ത്, അലക്സ് മുണ്ടൻകുര്യൻ, സത്യൻ മോഡൻ പരക്ക, പ്രിൻസ് പരപ്പൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂരിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ രക്ഷപ്പെട്ടു. ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പെരേരയാണ് രക്ഷപ്പെട്ടത്. അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് എന്നെഴുതിയ വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് രക്ഷപ്പെടുമ്പോൾ ഇയാളുടെ വേഷം. പ്രതിക്കായി വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസ്. എറണാകുളത്ത് ലഹരി കേസിൽ പിടിയിലായ ഇയാൾ ജയിൽ മാറ്റത്തിന്റെ ഭാഗമായാണ് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത്. വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവേ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിലാണ് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയത്. ഇതിനിടെയാണ് പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത്. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഉച്ചഭക്ഷണത്തോടൊപ്പം കുട്ടികൾക്കായി പത്തിലത്തോരനും വിളമ്പി ആലത്തൂർ ALP സ്കൂൾ. വയറു സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കുടൽ ശുദ്ധിക്കുമാണ് പത്തിലത്തോരൻ ഉപയോഗിക്കുന്നത്. ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും ഓരോ തരം ഇലകൾ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികൾ എത്തിക്കുകയും ചെയ്തു. PTA പിന്തുണയോടെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന VM സുചിത്രയുടെ നേതൃത്വത്തിലാണ് തോരൻ തയ്യാറാക്കിയത്. പറമ്പുകളിൽ കാണുന്ന താള്, തകര, ചേമ്പില, ചേനയില, ചീരയില, തഴുതാമയില, മത്തനില, കുമ്പളയില, കടിത്തുമ്പയില, പയറില എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതെല്ലാം ഉപയോഗിച്ചുള്ള തോരൻ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ഏറെ കൗതുകമായി. പ്രധാനാധ്യാപിക PM ജിൻസ, VM സുചിത്ര, നിത്യ സജീവ്, സിജി അനൂപ്, MM ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ, സുനിത അരുൺ, സിമി സുനിൽ, അശ്വതി അരുൺ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ ക്ലാസ്സിലെ കുട്ടികളും അവർക്ക് കിട്ടിയ ഇലകൾ നല്ല ഉഷാറോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് ഇലകൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ പത്തിലത്തോരനാണ് വെക്കുന്നത്. ഏറെ ഔഷധഗുണമുള്ള ഒരു കറിയാണ് പത്തിലത്തോരൻ. വാട്സാപ്പിൽ പുതിയ ഫീച്ചർ. ഇനി വോയിസ് മെസ്സേജുകൾ വായിക്കാനാകും. ഇതോടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ കേൾക്കുന്ന സാഹചര്യം ഒഴിവാകും. ആവശ്യമെങ്കിൽ മറ്റാരും അറിയാതെ ശബ്ദ സന്ദേശങ്ങൾ വായിക്കാം എന്നതാണ് സവിശേഷത. വാട്സപ്പ് ശബ്ദ സന്ദേശങ്ങൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ കേൾക്കുന്നത് നമ്മെ വെട്ടിലാക്കാറുണ്ട്. വിശേഷിച്ചും ആളുകൾ നിറഞ്ഞ പൊതുസ്ഥലങ്ങളിൽ ശബ്ദ സന്ദേശങ്ങൾ സ്വകാര്യമായി കേൾക്കുക എന്നത് ഹെഡ്സെറ്റില്ലാതെ അത്ര പ്രായോഗികമല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ശബ്ദ സന്ദേശത്തിന് പകരം എഴുതി അയച്ചിരുന്നെങ്കിൽ എന്ന് ആരും ആഗ്രഹിച്ചു പോകും. എന്നാൽ ഇനി ആശ്വസിക്കാം, നിങ്ങളുടെ ഈ ആഗ്രഹം സഫലമാവുകയാണ്. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശബ്ദ സന്ദേശങ്ങളെ എഴുത്താക്കി മാറ്റാൻ സാധിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചർ പരീക്ഷിക്കുകയാണത്രേ വാട്സപ്പ്. വാട്സപ്പ് ഫീച്ചർ ട്രാക്കർ വെബ്സൈറ്റായ വാബിറ്റ ഇൻഫോ ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ചില രാജ്യങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഈ സേവനം നൽകുന്നുണ്ട്. ഹിന്ദി, സ്പാനിഷ്, ഇംഗ്ലീഷ്, റഷ്യൻ, പോർച്ചുഗീസ് എന്നീ ഭാഷകളിലാണ് ഇപ്പോൾ ഈ ഫീച്ചർ ലഭ്യമായിരിക്കുന്നത് എന്നും വാബിറ്റ ഇൻഫോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഒരാൾ അയക്കുന്ന ശബ്ദ സന്ദേശങ്ങളും അയാൾക്ക് ലഭിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ഇത്തരത്തിൽ ട്രാൻസ്ക്രൈബ് ചെയ്യാനാകും. ഫോണിൽ തന്നെയാണ് ഈ പ്രക്രിയ നടക്കുക എന്നതിനാൽ ഒരു ഘട്ടത്തിലും സ്വകാര്യത നഷ്ടപ്പെടുന്നില്ല എന്നതാണ് സവിശേഷത. എന്തുതന്നെയായാലും ഈ ഫീച്ചർ എത്രയും വേഗം ഫോണിൽ ലഭ്യമാകുന്നതിനുള്ള കാത്തിരിപ്പിലാണ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ. തെക്കേത്തുറവ് പള്ളം റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനായി ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയോ ജില്ലാ റോഡായി പരിഗണിക്കുകയോ ചെയ്യണമെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ ഗ്രാമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. പുതുക്കാട്, നെന്മണിക്കര ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പിലാക്കാനായി ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക പരിമിതി മൂലം നടക്കാത്തതാണ് കാരണം. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ആരംഭിച്ച് ചെറുവാൾ പ്രദേശത്ത് ചെന്നു ചേരുന്ന ഈ റോഡിൻ്റെ വികസനം അടിയന്തരമായി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രമേയം ഗ്രാമസഭയിൽ അവതരിപ്പിച്ചത്.
പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ലെവൽ ക്രോസ് പണി മുടക്കിയാൽ ഇരിങ്ങാലക്കുട, ഊരകം, ചേർപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യത്തിനായി ഉപയോഗിച്ചു വരുന്നത് ഈ റോഡാണ്. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് തുറവു ശാഖയുടെ പരിസരത്തു നിന്നും തോപ്പിൽ കടവ് വരെ 20 അടി വീതിയുണ്ട്. എന്നാൽ തോപ്പിൽ കടവിൻ്റെ പരിസരത്തു നിന്നും തുറവ് അതിർത്തിയായ ചെറുവാൾ റോഡ് വരെ 21.5 അടി വീതിയുമുണ്ട്. ചെറുവാൾ മുതൽ ചെറുവാൾ PWD റോഡ് വരെ 12 അടി വീതിയുള്ള റോഡാണുള്ളത്. വർഗീസ് തെക്കേത്തലയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പത്മനാഭൻ ചേരാമ്പറമ്പിൽ, ബിബിൻ കുറ്റിക്കാടൻ, രമ്യ കിളിയാറെ, രാധാകൃഷ്ണൻ അമ്പാടി, പ്രകാശൻ കിളിയാറ എന്നിവർ പിന്താങ്ങി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 13, 14, 15 എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഈ റോഡ് ഉൾപ്പെടുന്നത്. പുതുക്കാട് പഞ്ചായത്തിലെ 15 വാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും അധപതിച്ച് കിടക്കുന്ന ഒരു വാർഡാണ് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പുതുക്കാട് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാണ്. നാടൻ പാട്ട് കലാകാരനും സിനിമാ പിന്നണി ഗാനരചയിതാവുമായ രമ്യത്ത് പ്രഥമ കവിതാ സമാഹാരമായ ചിലമിലി പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കവി കുരിപ്പുഴ ശ്രീകുമാർ കവിതാ സമാഹാരം രമ്യത്തിൻ്റെ മാതാവ് അമ്മിണി രാമനിൽ നിന്നും ഏറ്റുവാങ്ങി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ആനന്ദപുരത്തെ പഴയകാല നാടക പ്രവർത്തകരെയും പുതുതലമുറയിലെ സംഗീത സംവിധായകരെയും ആദരിച്ചു. പപ്പേറ് പബ്ലിക്കേഷൻസിൻ്റെ പ്രകാശനം പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ സുനിൽ മത്തായി നിർവഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിത അർജുനൻ, നാട്ടുകലാകാരക്കൂട്ടം രക്ഷാധികാരി രമേശ് കരിന്തലക്കൂട്ടം, നാട്ടുകലാകാരക്കൂട്ടം സംസ്ഥാന സെക്രട്ടറി ബൈജു തൈവമക്കൾ, യുവകവികളായ ഗണേഷ് പഷ്ണത്ത്, PT സ്വരാജ്, സജീവൻ പ്രദീപ്, കൃഷ്ണൻ സൗമർണിക, പ്രകാശ് ചന്തളം, സുധീഷ് ചന്ദ്രൻ, സരിത കൈതോല, ഫോക്ലോർ ജേതാവ് KN അയ്യപ്പൻകുട്ടി, സുമേഷ് നാരായണൻ, പ്രമോദ് തുടിതാളം, സച്ചിൻ രാജ് കൂനാനുറുമ്പ്, കരിന്തലക്കൂട്ടം സെക്രട്ടറി അമൽ കാർപ്പോവ്, മണ്ണ് സാംസ്കാരിക വേദി പ്രസിഡന്റ് AT നിരൂപ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കേരളത്തിലെ പ്രധാന നാടൻപാട്ട് സംഘങ്ങളുടെ അവതരണവും നടന്നു. കൊടകര പഞ്ചായത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റ് ആവശ്യമായ പദ്ധതികളുടെ ഗൂഗിൾ ഫോം തയ്യാറാക്കിയതിൻ്റെയും ഗൂഗിൾ ഫോം ആരംഭിച്ചതിൻ്റെ 4ാം വാർഷികത്തിൻ്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു എന്നിവർ സന്നിഹിതരായി. കൊടകര റോട്ടറി ക്ലബിൻ്റെ 2024-25 കാലയളവിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച കൊടകര KR കോംപ്ലക്സിലെ റോട്ടറി ക്ലബ് ഹാളിൽ നടക്കും. ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ജോഷി ചാക്കോ ഉദ്ഘാടനം നിർവഹിക്കും. റോട്ടറി ക്ലബ്ബ് ഹൗസിന്റെ ഉദ്ഘാടനം KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ നിർവഹിക്കും. അസിസ്റ്റന്റ് ഗവർണർ MJ ജോജി ജിജി R, ജോർജ് കോലഞ്ചേരി, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് K ദിനേശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. പുതിയ പ്രസിഡന്റായി PV അഭിലാഷ്, സെക്രട്ടറിയായി VV ബോബീഷ് എന്നിവർ ചുമതലയേൽക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അനൂപ് K ദിനേശൻ, PA അഭിലാഷ്, PV ജോബീഷ്, MJ ജോബി എന്നിവർ പങ്കെടുത്തു. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ സേവന രംഗത്ത് ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഏറ്റവും വലിയ ചാരിറ്റി സംഘടനയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ഇലക്ട്രോണിക്സിൽ 1ാം റാങ്ക് നേടി പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിലെ വിദ്യാർത്ഥിനി KJ ജൈന. പുതുക്കാട് കണ്ണമ്പത്തൂർ കാളൻ വീട്ടിൽ KO ജെയ്സൺ, നിജി ദമ്പതികളുടെ മകളാണ് ജൈന. പ്രജ്യോതി നികേതൻ കോളേജിലെ ഹരികൃഷ്ണ മേനോൻ 4ാം റാങ്കും PF അബു ഫാരിഖ് 5ാം റാങ്കും കരസ്ഥമാക്കി. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കോപ്പ ആൻഡ് യൂറോ കപ്പ് 2024 പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം നൽകി. മുൻ ഇന്ത്യൻ ഫുട്ബോളർ സോളി സേവ്യർ സമ്മാനങ്ങൾ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ NJ സാബു, ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ജോബി മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. നെല്ലായി ഇടവകയിലെ മതബോധന PTA നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സെമിനാറിൽ കൊടകര പോലീസ് SHO PK ദാസ് ക്ലാസ് നയിച്ചു. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണുള്ളത് എന്ന് നമുക്ക് നോക്കാം.
ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിലേക്ക് പ്രവേശനം ക്ഷണിച്ചിരിക്കുന്നു. അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ അപ്പാരൽ ട്രെയിനിങ് ഡിസൈൻ സെന്ററിൽ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ ഡിഗ്രി കോഴ്സിലേക്കും 1 വർഷത്തെ ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യത +2 ആണ്. താല്പര്യമുള്ളവർ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ, കിൻഫ്ര ടെക്സ്റ്റൈൽ സെന്റർ, നാടുകാണി, പള്ളിവയൽ PO, തളിപ്പറമ്പ്, കണ്ണൂർ 67042 എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നേരിട്ടറിയാൻ വിളിച്ചു ചോദിക്കാവുന്നതാണ്. 8301030362. മറ്റൊരു നമ്പർ 9995004269. ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. SRC കമ്മ്യൂണിറ്റി കോളേജ് ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യത പറഞ്ഞിരിക്കുന്നത് +2 ആണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം 31 കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുക. 0471257047, മൊബൈൽ നമ്പർ 9846033001. ഗ്രീൻ എക്കോ പ്രോഡക്ട്സ് വീട്ടിലിരുന്ന് വരുമാനം നേടാനായിട്ടുള്ള അവസരത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നു. ചെങ്ങാരൂരിൽ പ്രവർത്തിക്കുന്ന പേപ്പർ ബാഗ് നിർമ്മാണ കമ്പനിയാണിത്. ഈ കമ്പനിക്ക് വേണ്ടി ഊർജ്ജസ്വലരായിട്ടുള്ള മിനിമം 5-ൽ കൂടുതൽ പേരുള്ള വനിതാ സംഘങ്ങളെയാണ് ആവശ്യമുള്ളത്. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് പോലെ 5 പേര് ഉള്ള 5 പേരോ അതിൽ കൂടുതലോ ആളുകളോ ഉള്ള ഒരു യൂണിറ്റ് പോലെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുക. ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 7905655561. മറ്റൊരു നമ്പർ 9656892160. വിളിക്കുമ്പോൾ രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും ഉള്ളിൽ മാത്രം വിളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫീസ് ടൈമിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൃശ്ശൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറിയിലേക്ക് വിവിധ കാറ്റഗറികളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ, സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലാണ് നിയമനം നടത്തുന്നത്. താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബയോഡാറ്റ വാട്സപ്പ് ചെയ്ത് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ പറയാം: 9388553190. നാറ്റ്പാക്കിൽ അവസരം. വിവിധ പദ്ധതികളുടെ നടത്തിപ്പിന് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത്. ഒരു എംപാനൽ സംവിധാനം വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കുക. ദിവസവേതന അടിസ്ഥാനത്തിലായിരിക്കും ജോലി. യോഗ്യത 10ാം ക്ലാസ്സും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ സർവേ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് നാറ്റ്പാക്കിന്റെ വെബ്സൈറ്റ് കാണാവുന്നതാണ്. www.natpac.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. MCCയിൽ നഴ്സ്, ടെക്നീഷ്യൻ, പ്രൊഫസർ എന്നീ തസ്തികകളിൽ ഒഴിവുകളുണ്ട്. മലബാർ ക്യാൻസർ സെന്ററിലാണ് വിവിധ ഒഴിവുകളുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് യോഗ്യത നഴ്സിംഗ് അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓൺകോളജി കൗൺസിൽ ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത്. പ്രായം 30 വയസ്സിൽ കവിയരുത്. റെസിഡന്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത്. പ്രായം 30 വയസ്സിൽ കവിയരുത് എന്നും അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് MCCയുടെ വെബ്സൈറ്റ് കാണുക. www.mcc.kerala.gov.in എന്ന വെബ്സൈറ്റ് കാണുക. ഒരു അവസരത്തെക്കുറിച്ച് കൂടി പറയാം. ഇക്കോ ടൂറിസം ഓഫീസർ, സോഷ്യോളജിസ്റ്റ് തുടങ്ങിയ തസ്തികകളിൽ നിയമനം നടത്തുന്നു. വാഴച്ചാൽ വനം ഡിവിഷനിലേക്ക് ഇക്കോ ടൂറിസം ഓഫീസർ, സോഷ്യോളജിസ്റ്റ് എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത്. താൽക്കാലിക നിയമനമാണ്. സോഷ്യോളജിസ്റ്റ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. ടൂറിസം ഓഫീസർ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ടൂറിസത്തിൽ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ ചാലക്കുടിയിലെ വാഴച്ചാൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 9464497114. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസര ജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. നമസ്കാരം.
കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഒരു ഫാർമസിസ്റ്റിന്റെ ഒഴിവുണ്ട്. യോഗ്യത D.Pharm, B.Pharm. താല്പര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുന്ന ഇന്റർവ്യൂവിൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകേണ്ടതാണ്. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിലെ PSC പരീക്ഷാ പഠന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ LD ക്ലാർക്ക് മാതൃകാ പരീക്ഷ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ ഗ്രന്ഥശാലയിൽ നടത്തും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078207598. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6495 രൂപ, പവന് 51,960 രൂപ. പറപ്പൂക്കര മുത്തർത്തിക്കര പെരുട്ടി വർഗീസ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എൽസിയാണ് ഭാര്യ. പ്രിൻസ്, മരിയ എന്നിവർ മക്കളും, റിഞ്ചു, ലിജോ എന്നിവർ മരുമക്കളുമാണ്. നെന്മണിക്കര മച്ചിങ്ങൽ രുക്മിണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വേലായുധനാണ് ഭർത്താവ്. സജി, വിജയൻ, രാജൻ, പരേതനായ രവി എന്നിവർ മക്കളും, സുനിത, സജിനി, ഉഷ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പാലയ്ക്കപ്പറമ്പ് പാണൻ കുഞ്ചു ഭാര്യ നാരായണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് മതിക്കുന്ന് ശാന്തി തീരത്ത്. രവി, പ്രകാശൻ, ഉഷ എന്നിവർ മക്കളും, ശോഭന, ബിന്ദു, ദാസൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദേശീയപാതയിലെ ആമ്പല്ലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഉളുമ്പത്തുകുന്ന്, കൊളത്തൂർ പ്രദേശങ്ങളിൽ സർവീസ് റോഡില്ല. ജനം ദുരിതത്തിൽ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. 60% വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് IHRD ജീവനക്കാർ ഉപവാസ സമരം നടത്തി. NCTV ഇമ്പാക്ട്. ഇഞ്ചക്കുണ്ട് പരുന്തുപാറയിൽ വാട്ടർ അതോറിറ്റിയുടെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് പുനഃസ്ഥാപിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം നിൽക്കുന്ന വലിയ മരം അപകട ഭീഷണിയാകുന്നതായി പരാതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.